2019 ഏറ്റവും മികച്ച ക്യാമറ ഫോണായ വാവേയുടെ P30pro എന്ന മോഡലാണ് നമ്മളിന്ന് അൺബോക്സിംഗ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ടെക് പ്ലസിൻ്റെ അൺബോക്സിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ബോക്സിന് താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ Leica Quad Camera എന്ന ബ്രാൻഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡിലും ഇരുവശങ്ങളിലുമായും Huawei P30pro എന്ന് ഗോൾഡൻ കളറിൽ വളരെ മനോഹരമായി പ്രിൻറ്റിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ 256 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. അതുപോലെ തന്നെ 8 GB റാമാണ് ഇതിൻ്റെ ഒപ്പം ഉള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ഒരു ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. മറ്റുള്ള വേരിയൻറ്റുകൾ നോക്കുകയാണെങ്കിൽ 8 GB റാമോട് കൂടി 128 GB അല്ലെങ്കിൽ 512 GB ഇൻറ്റേർണൽ മെമ്മറി കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ബ്ലാക്ക് കളർ കൂടാതെ ഓറോറ, ബ്രീത്തിങ് ക്രിസ്റ്റൽ, അതുപോലെ തന്നെ ആംബർ സൺഷൈൻ എന്നീ കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിനി നേരെ അൺബോക്സിങ് ചെയ്യുകയാണ്. ഈ ടോപ്പ് കവർ എടുത്ത് സൈഡിലേക്ക് വെക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഒരു ട്രാക്കകത്ത് വളരെ സേഫ്റ്റിയിലാണ് കമ്പനി പാക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും ഒരു പ്ലാസ്റ്റിക് റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് P30proൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. നല്ലൊരു പ്രീമിയം ഡിസൈനാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. 192 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഈ ബോക്സിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിം ഇജക്ഷൻ ടൂള് കൊടുത്തിട്ടുണ്ട്. ബോക്സിന് ഉള്ളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഒരു TPU കേസ് കമ്പനി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ചാർജറാണ്. ഇതൊരു 40 വാട്ട്സ് സൂപ്പർ ചാർജറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ 30 മിനിറ്റ് കൊണ്ട് 70% വരെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാം എന്നതാണ്. അതുപോലെ തന്നെ 15 വാട്ട്സിൻ്റെ ക്വിക്ക് വയർലെസ് ചാർജിംഗ് ആണ് ഈ മോഡലിന് കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം നമുക്ക് തന്നിട്ടുള്ളത് ഒരു ടൈപ്പ് C USB കേബിളാണ്. ഇനി വരുന്നത് ഇയർഫോണാണ്. നമ്മുടെ ഹാൻഡ്സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 3.5mm ഓഡിയോ ജാക്ക് P30proയിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ കമ്പനി ഒരു ടൈപ്പ് C ഇയർഫോണാണ് തന്നിട്ടുള്ളത്. നമുക്കിനി P30proൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു പ്രീമിയം ഡിസൈനാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇരുവശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കർവ്ഡ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഗ്രേ കളറിലുള്ള അലുമിനിയം ഫ്രെയിമും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ബാക്ക് കവറുമാണ് ഇതിൻ്റെ ബോഡി ആയിട്ട് വരുന്നത്. അക്കോസ്റ്റിക് ഡിസ്പ്ലേ ടെക്നോളജി എന്ന ഒരു ഇന്നോവേഷനാണ് കമ്പനി ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഇയർ സ്പീക്കർ ഒഴിവാക്കി പകരം ഇതിൻ്റെ ഡിസ്പ്ലേ വൈബ്രേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഡിസ്പ്ലേ തന്നെ ഇതിൻ്റെ സ്പീക്കറായിട്ട് പ്രവർത്തിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇതൊരു ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 4 ഭാഗത്തും റൗണ്ടഡ് കോർണേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 6.47 ഇഞ്ച് സൈസിലുള്ള ഒരു OLED ഡിസ്പ്ലേ ആണിത്. റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു റെഡ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾസും ഇവിടെ തന്നെയാണ് വരുന്നത്. ടോപ്പ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു IR ബ്ലാസ്റ്റർ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട്. താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. നാനോ സിം കാർഡ് അല്ലെങ്കിൽ നാനോ മെമ്മറിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു മൈക്രോഫോണും ടൈപ്പ് C കണക്ടറും സ്പീക്കർ ഗ്രിൽസുമാണ് ഇവിടെ വരുന്നത്. 32 മെഗാപിക്സൽസിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 30 ഫ്രെയിം പെർ സെക്കൻഡിൽ 1080p റെസൊല്യൂഷനിലാണ് വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്. ഗ്ലാസിൻ്റെ ബാക്ക് കവറാണ് ഇതിന് വരുന്നത്. ഒരു സൈഡിലായിട്ട് Leica എന്ന ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ Huawei എന്ന ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. P30proൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ഡ്യുവൽ ടോൺ LED ഫ്ലാഷോട് കൂടിയ ക്വാഡ് ക്യാമറ സിസ്റ്റമാണ്. 20 മെഗാപിക്സൽസിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ടോപ്പ് സൈഡിലായിട്ട് വരുന്നത്.
40 മെഗാ പിക്സൽസിൻ്റെ ഒരു സൂപ്പർ സ്പെക്ട്രം ക്യാമറയാണ് സെൻട്രലായിട്ട് വരുന്നത്. അതിന് താഴെയായിട്ട് ഒരു സ്ക്വയർ കട്ടിങ്ങിൽ 8 മെഗാ പിക്സൽസിൻ്റെ 10x ഹൈബ്രിഡ് സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. നാലാമതായിട്ട് വരുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാമറ എന്ന 3D ഡെപ്ത് ക്യാമറയാണ്. നമുക്കിനി സെറ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ബൂട്ടിംഗ് കഴിഞ്ഞ് സെറ്റിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് വരുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അക്സെപ്റ്റ് ചെയ്യുക. ഇനി വൈഫൈ കണക്ഷൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് വൈഫൈ പാസ്വേഡ് കൊടുക്കാം. വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്ഡേറ്റിംഗ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്നത് സെക്യൂരിറ്റി ഓപ്ഷൻസ് ആണ്. നമുക്ക് ലോക്ക് സ്ക്രീൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻസ്ക്രീൻ ഫിംഗർ പ്രിൻ്റ് സ്കാനറാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ ചെറിയ ഒരു നോട്ട്സ് ഒഴിവാക്കുകയാണെങ്കിൽ ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റേത്. ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻ്റ് സ്കാനർ വരുന്ന ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ള ഹാൻഡ്സെറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സ്കാനർ തരുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ വരുന്നത് ആൻഡ്രോയിഡ് പൈ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ EMUI വേർഷൻ വരുന്നത് 9.1 ആണ്. Huaweiയുടെ കിരിൻ 980 എന്ന മൊബൈൽ പ്രോസസ് ചിപ്സെറ്റാണ് P30proക്ക് കരുത്ത് നൽകുന്നത്. ലോകത്തിൽ തന്നെ ആദ്യത്തെ 7nm പ്രോസസ് ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു AI ചിപ്സെറ്റാണിത്. കോർട്ടെക്സിൻ്റെ A76 ബേസ്ഡ് ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. 2.6 GHz 2 പ്രൊസസ്സർ, 1.92 GHz വേറൊരു 2 പ്രൊസസ്സർ, 1.8 GHz 4 പ്രൊസസ്സർ എന്നിവയാണ് ഇതിൽ വരുന്ന പ്രോസസ്സറുകൾ. അതുപോലെ തന്നെ ഇതിൻ്റെ GPU വരുന്നത് മാലി G76 എന്ന മോഡലാണ്. 720 MHz ആണ് ഇതിന് ഫ്രീക്വൻസി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 256 GB 14 GB ആണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന 242 GB ആണ് നമുക്ക് ഫ്രീ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 2340x1080 എന്ന റെസൊല്യൂഷനാണ് ഡിസ്പ്ലേക്ക് വരുന്നത്. 4200 mAh ഒരു ഹ്യൂജ് ബാറ്ററിയാണ് ഇതിന് പവർ നൽകുന്നത്. ഇതിൻ്റെ മറ്റൊരു സവിശേഷതയായി വരുന്നത് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ആണ്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ഹാൻഡ്സെറ്റുകൾ ഈ ഹാൻഡ്സെറ്റിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിനി നോക്കാനുള്ളത് ഇതിൻ്റെ ക്യാമറയാണ്. റിയർ ക്യാമറ വഴി ഞാനൊരു ചെറിയൊരു ഫോട്ടോ എടുത്തു നോക്കുകയാണ്. P30proയിൽ എടുത്തിട്ടുള്ള കുറച്ച് സ്നാപ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇതിൻ്റെ പോർട്രേറ്റ് മോഡൽ എടുത്തിട്ടുള്ള സെൽഫി പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ബോക്കെ എഫക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 10x ഹൈബ്രിഡ് സൂമിൽ എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഫോട്ടോ ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 5x ഒപ്റ്റിക്കൽ സൂമിലേക്ക് പോവുകയാണെങ്കിൽ കാണുന്ന പിക്ചർ ഇതാണ്. ഇനി ഇതിൻ്റെ നോർമൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇത്തരം പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വൈഡ് ആംഗിളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു ഏരിയ തന്നെ നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഇമേജസ് ആണ് ഇതിൻ്റെ ക്യാമറ നമുക്ക് തരുന്നത്. നൈറ്റ് മോഡ് ഷൂട്ടാണെങ്കിൽ അതും വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
വളരെ മികച്ച ഒരു ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷനാണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4K വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ഫുൾ HD വീഡിയോ ആണെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങിനായി 720p at 960 fps ഒരു റെക്കോർഡിംഗ് ഓപ്ഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബായ്.